ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കടലുണ്ടി ചിക്കൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനൊരു മിക്സി ജാറിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് മല്ലി, അതുപോലെ തന്നെ എരിവിനനുസരിച്ച് കുറച്ച് വറ്റൽമുളക്, ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക്, ഇത്ര നമുക്ക് നല്ല തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചിക്കൻ നല്ല വൃത്തിയാക്കി കഴുകി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ ചതച്ചരച്ച കൂട്ടിന് ഇട്ട് കൊടുത്തതിന് ശേഷം അതേ മിക്സി ജാറിൽ തന്നെ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് അതിനെയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ആവശ്യാനുസരണം ഉപ്പ്. ഇനി നമുക്കിതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, നമ്മൾ ഈ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇല്ലേ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പകുതി നാരങ്ങേൻ്റെ നീരും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല വൃത്തിക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് വെച്ചേക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ ഇതിൻ്റെ മസാലയെല്ലാം ഒന്ന് പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അരമണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് അതിലിട്ടിട്ട് നല്ല തരിതരിപ്പായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്നവരത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് കളർ ചേഞ്ച് ആവും, പക്ഷേ ഉൾഭാഗമൊന്നും നല്ല രീതിയിൽ ഒന്ന് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയാണ്. നല്ല ക്രിസ്പി, കാണാൻ തന്നെ നല്ലൊരു അടിപൊളി ലുക്കാണ്. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കടലുണ്ടി ചിക്കൻ ഫ്രൈ. അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലോട്ട് തന്നെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.